നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാത്തതിനു പിന്നാലെ ഭരണസ്തംഭനം ഉണ്ടാകുന്നു എന്ന ആരോപണം ശക്തമാവുകയാണ്. പലയിടങ്ങളിലും പല ഭരണ കേന്ദ്രങ്ങളിലും ഒരു സ്തംഭനം അല്ലെങ്കിൽ ഒരു മുന്നോട്ടൊരു തീരുമാനമെടുക്കാത്ത പറ്റാത്ത സ്ഥിതിയിൽ കാര്യങ്ങളായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇതാ മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രതിസന്ധിയാണ് നിലവിൽ സംജാതമായിരിക്കുന്നത്. സംസ്ഥാനത്ത് വോട്ടെണ്ണൽ കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പുതിയ മന്ത്രിസഭ നിലവിൽ വരാത്തത് വിദ്യാഭ്യാസ വകുപ്പിന്റെ സുഗമമായ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. വകുപ്പിന്റെ ഓരോ ഘട്ടത്തിലും കൃത്യമായ മന്ത്രിതലത്തിലുള്ള ഇടപെടലുകൾ അനിവാര്യമായ സമയമാണിത്. SSLC ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളാണ് നിലനിന്നത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കാത്തിരിക്കുന്ന ഈ പ്രക്രിയയിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ മന്ത്രിയുടെ അഭാവം തടസ്സമായി. അതുപോലെ തന്നെ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂളുകളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവതാളത്തിലായിരിക്കുകയാണ്. പാഠപുസ്തകങ്ങളുടെ അച്ചടി കൃത്യസമയത്ത് പൂർത്തിയാക്കി വിതരണം ചെയ്യുന്നതിന് മന്ത്രിതലത്തിൽ നിരന്തരമായ നിരീക്ഷണവും ഏകോപനവും ആവശ്യമാണ്. എന്നാൽ അത്തരം ഇടപെടലുകൾ ഇല്ലാത്തത് വരും ദിവസങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അധ്യാപക പരിശീലനത്തിന്റെ കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമല്ല. കേന്ദ്ര സർക്കാർ SSKയ്ക്കുള്ള ഫണ്ട് നിർത്തലാക്കിയിട്ട് വർഷങ്ങളായി. മുമ്പ് മന്ത്രിതലത്തിലുള്ള സജീവമായ ഇടപെടലുകൾ വഴി സംസ്ഥാന സർക്കാരിൽ നിന്ന് പ്രത്യേകമായി പണം ലഭ്യമാക്കിയാണ് അധ്യാപക പരിശീലനവും SSK ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങാതെ ഉറപ്പാക്കിയിരുന്നത്. ഭരണപരമായ നേതൃത്വത്തിന്റെ അഭാവം ഇപ്പോൾ ഈ മേഖലയെ നിശ്ചലമാക്കിയിരിക്കുകയാണ്. മികച്ച രീതിയിലുള്ള മുന്നൊരുക്കങ്ങളിലൂടെയും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയുമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ വോട്ടെണ്ണൽ കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും വകുപ്പിനെ നയിക്കാൻ ഒരാളില്ലാത്തത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പിന്നോട്ടടി നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടായേ മതിയാകൂ എന്നാണ് വി ശിവൻകുട്ടി വിമർശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ വലിയ രീതിയിലുള്ള പ്രതിസന്ധി എല്ലാ മേഖലകളിലും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിമർശനവുമായി മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ്. അതേസമയം ലീഗിനെ വിമർശിച്ച് സുകുമാരൻ നായരും രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഘടകകക്ഷികൾ എന്തിനാണ് ഇടപെടുന്നതെന്നായിരുന്നു NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ ചോദ്യം. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകാൻ കാരണം മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ ഇടപെടൽ കൊണ്ടാണെന്നും സുകുമാരൻ നായർ വിമർശിച്ചു. ഘടകകക്ഷികളുടെ ഇത്തരം ഇടപെടൽ ജനാധിപത്യത്തിന് ചേർന്നതല്ല. എല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ ദുരൂഹതയുണ്ട്. ആര് വന്നാലും സ്വീകരിക്കുന്നതല്ലേ മര്യാദ. അതിൻ്റെ പേരാണ് ജനാധിപത്യമെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. ഘടകകക്ഷികളുടെ ഇടപെടൽ കൊണ്ടാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വഴിമുട്ടി നിൽക്കുന്നത്. ലീഗ് അടക്കമുള്ള എല്ലാ ഘടകകക്ഷികളുടെ നിലപാടിനെയാണ് വിമർശിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിന് തന്നെയാണുള്ളത് എന്ന് നേരത്തെ ധാരണയുള്ളതാണ്. 3 പേരിൽ ആരെയും പിന്താങ്ങാനോ എതിർക്കാനോ പാടില്ലായിരുന്നു. 102 സീറ്റിന്റെ വലിയ വിജയം കളഞ്ഞുകുടിച്ചു. 3 പേരിൽ ഒരാൾ വരണം. ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയാൽ UDFന് 30 സീറ്റ് നഷ്ടപ്പെടും. സംസ്ഥാനത്ത് ഇപ്പോൾ ഭരണസ്തംഭനമാണെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ NSS ഇടപെടില്ല. വിദ്യാഭ്യാസ വകുപ്പ് ജനകീയമാണെങ്കിൽ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് NSS നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കൂട്ടർ മാത്രം വിദ്യാഭ്യാസ വകുപ്പ് കൈവശം വെച്ച് പോകുന്നത് ശരിയല്ല. വേറൊരു കൂട്ടരുടെ ജാതി പറഞ്ഞുള്ള കടുംപിടുത്തം കൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് താക്കോൽ സ്ഥാനം ആവശ്യപ്പെട്ടത്. രമേശ് ചെന്നിത്തലയോടുള്ളത് സൗഹൃദമാണ്. 3 പേരുകളിൽ ആരുടെയും പേരിനോട് എനിക്ക് പ്രത്യേക താല്പര്യമില്ല എന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. അതേസമയം ഇനി മുഖ്യമന്ത്രി പ്രഖ്യാപനമാണ് ഉള്ളത്. നേതാക്കന്മാർ എവിടെയൊക്കെ ആയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. 3 പേരും, അതായത് 3 പേരും എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം വിശദമായി. KC വേണുഗോപാൽ ഡൽഹിയിൽ തന്നെ തുടരുന്നു എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ അദ്ദേഹം ഡൽഹിയിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണ് യാത്ര എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ എന്തായാലും അദ്ദേഹം ഡൽഹിയിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം പുറത്തേക്കിറങ്ങി മാധ്യമങ്ങളോട് സംസാരിച്ചു. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി, നിങ്ങളോട് സംസാരിച്ചിട്ട് ഒരുപാട് ദിവസമായി എന്നായിരുന്നു രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഒരു സൗഹൃദ സംഭാഷണത്തിന്, മാധ്യമങ്ങളുമായി ഒരു സൗഹൃദ സംഭാഷണത്തിനാണ് വീട്ടിൽ നിന്നും അദ്ദേഹം പുറത്തിറങ്ങിയത്. ഈ കാര്യവും മുഖ്യമന്ത്രി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും അദ്ദേഹം പ്രത്യേകിച്ചൊരു പ്രതികരണം നടത്തിയില്ല. മറിച്ച് ഒരു സൗഹൃദ സംഭാഷണം നടത്തുകയും മാധ്യമങ്ങളോട് ചായ വേണോ എന്ന ചോദ്യമൊക്കെ ചോദിച്ചിട്ട് വീടിനകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്.
വി.ഡി. സതീശൻ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കുടുംബസമേതമാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അപ്പോൾ നിലവിൽ കേസ് ഡൽഹിയിൽ തന്നെ തുടരും എന്നാണ് അറിഞ്ഞിരുന്നതെങ്കിലും അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് MLA-മാരുടെ യോഗമുണ്ട്, അതുപോലെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേസ് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടത് എന്തിനാണെന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. ആകാംക്ഷ ഏറുകയാണ്, നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ്. ആരാണ് മുഖ്യമന്ത്രി, ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ചോദ്യം. എന്തായാലും ഇന്ന് തന്നെ ഉണ്ടായില്ല എങ്കിൽ ഗവർണറുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം മുഖ്യമന്ത്രി ചർച്ചയിൽ സംസ്ഥാനത്തെ ചില കോൺഗ്രസ് നേതാക്കളെ തേടി രാഹുൽ ഗാന്ധിയുടെ ഫോൺ കോൾ. ഇന്നലെ വൈകിട്ട് 3 മണിക്കും 4 മണിക്കും ഇടയിലാണ് ഈ കോളുകൾ എത്തിയത്. നേതാക്കളോട് വിശദമായി സംസാരിച്ച ശേഷം രാഹുൽ ഖർഗെയെ കാണാനായി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് തിരിക്കുകയായിരുന്നു. നേതാക്കളെ ഫോണിൽ വിളിക്കുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് വന്ന കോളുകളായിരുന്നു. വൈകിട്ട് രാഹുൽ ഗാന്ധിയുടെ സെക്രട്ടറിയാണ് ഫോണിൽ ആദ്യം സംസാരിച്ചത്. രാഹുൽ ജിക്ക് താങ്കളോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കൈമാറുകയായിരുന്നു നേതാക്കൾക്ക്. കൊടിക്കുന്നിൽ സുരേഷ്, AK ആന്റണി അടക്കമുള്ളവരോടാണ് സംസാരിച്ചത്. സംസ്ഥാനത്തെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ അഭിപ്രായം ആരാഞ്ഞു. ആരുടെയെങ്കിലും പേര് നിർദ്ദേശിക്കാനുണ്ടോ എന്ന ചോദ്യവും ഉയർന്നു. അടൂർ പ്രകാശിനും ഫോൺ കോൾ വന്നു. പൊതുവായ കാര്യങ്ങളാണ് ചോദിച്ചത്. സംസ്ഥാനത്ത് എന്താണ് അവസ്ഥ എന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആരാണ് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമെന്ന് ചോദിച്ചില്ല. ഒരാളുടെ പേരും പരാമർശിച്ചില്ല. പ്രതിഷേധങ്ങളെ പറ്റിയും ചോദിച്ചിട്ടില്ല. എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന് രാഹുലിനോട് അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടു. മുല്ലപ്പള്ളി രാമചന്ദ്രനെയും വിളിച്ചു രാഹുൽ ഗാന്ധി. സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച് ചോദിച്ചറിയുകയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രനോടും. ഈ വിജയവുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന ചോദ്യമാണ് മുല്ലപ്പള്ളിയോട് ചോദിച്ചത്. ആരുടെയും പേരുകൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി ചർച്ചകൾ അങ്ങ് ഉയരത്തിൽ കൊടുമുടിയിലെത്തി നിൽക്കുമ്പോഴും രാഹുൽ ഗാന്ധിയെ കാണാനെത്തിയ ഒരു നേതാവിനെ തേടിയെന്ന് അദ്ദേഹത്തിന്റെ ഫോൺ കോൾ എത്തി. രാഷ്ട്രീയം പറയാനായി ഫോൺ എടുത്ത നേതാവിനോട് അദ്ദേഹത്തിന്റെ ആരോഗ്യം സംബന്ധിച്ചായിരുന്നു പ്രധാനമായുള്ള ചോദ്യം. ചികിത്സയ്ക്കായി ഉത്തർപ്രദേശിലെ ഒരു ഡോക്ടറെ നിർദ്ദേശിച്ചു. അവിടെ ചികിത്സ നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു നൽകാമെന്നും അറിയിച്ചു. മുഖ്യമന്ത്രി ചർച്ചയെപ്പറ്റി ഒരക്ഷരം ഈ നേതാവിനോട് രാഹുൽ സംസാരിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. രഹസ്യാത്മകമായി സൂക്ഷിക്കുകയാണ് പേരുകൾ. ഒരു സീൽഡ് കവറുണ്ട്. ദീപാദാസ് മുൻഷിക്ക് അത് കൈമാറി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കവറിലെ പേര് ആരുടേതാണ് എന്നാണ് ഇനി അറിയാനുള്ളത്. രമേശ് ചെന്നിത്തല എന്നാണോ, KC വേണുഗോപാൽ എന്നാണോ, V.D. സതീശൻ എന്നാണോ ആ സീൽഡ് കവറിലുള്ള പേരെന്നാണ് ഇനി അറിയാനുള്ളത്. ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ധൃതിയിലാണ് ഇപ്പോൾ KC വേണുഗോപാൽ വീട്ടിൽ നിന്നും അദ്ദേഹം കാറിൽ കയറി തിരിച്ചിരിക്കുന്നത്. എങ്ങോട്ടേക്കാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടില്ല. പെട്ടെന്ന് തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ വേഗത്തിൽ നിന്ന് വീട്ടിൽ നിന്നിറങ്ങി വണ്ടിയിൽ കയറി യാത്ര തിരിക്കുകയായിരുന്നു. എങ്ങോട്ടേക്കുള്ള യാത്രയാണെന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹം ഇങ്ങോട്ടേക്കാണോ യാത്ര തിരിച്ചിരിക്കുന്നത് എന്ന ഒരു ചോദ്യം കൂടി ഉയരുന്നു. KC ആണോ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്, അതിൻ്റെ പശ്ചാത്തലത്തിലാണോ അദ്ദേഹം യാത്ര തിരിച്ചിരിക്കുന്നത് എന്ന ചോദ്യവും നിലവിൽ ഉയരുകയാണ്. എന്തായാലും പ്രധാനപ്പെട്ട വളരെ ഒരു ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകളിൽ കൂടിയാണ് കേരളം, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് പാളയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് അവരുടെ മുഖ്യമന്ത്രി എന്നറിയാനുള്ള ഒരു ആകാംക്ഷയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അവർ പിന്തുണയ്ക്കുന്നവർ തന്നെയാണോ മുഖ്യമന്ത്രിയാകാൻ പോകുന്നതെന്ന ചോദ്യം എന്നൊരു ആകാംക്ഷ, ഉത്കണ്ഠയാണ് നിലവിൽ ശക്തമാകുന്നത്. എന്തായാലും ഇത്തരത്തിലാണ് നിലവിലെ സാഹചര്യങ്ങൾ ആയിരിക്കുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ആരാണ് മുഖ്യമന്ത്രി എന്നറിയാൻ.